കുടുംബങ്ങൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഇപ്പോൾ ഏറെ പ്രസക്തമല്ലെന്ന് കള്ളപ്പണം കയ്യിലില്ലാത്ത എല്ലാവരും സമ്മതിക്കും. കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ നടപ്പിലാക്കുന്നത് ഉദാത്തമായ ഒരു കൃത്യമായിരിക്കും. അതിനാവശ്യമായ പ്രായോഗിക കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ചില മാധ്യമങ്ങളും ന്യൂനപക്ഷമായ ചില സാമൂഹ്യ മാധ്യമ തൊഴിലാളികളും അനാവശ്യമായ ചർച്ചയിലേക്ക് അന്തിചർച്ചകളിലേക്ക് നയിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? 2000-ന് ശേഷം വിവാഹിതരായ രൂപതാംഗങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയിലെ ഇത്ര വെറുക്കപ്പെടേണ്ട കാര്യമെന്താണ്? 9 മണിക്കും തുടർന്നും കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇത്രയും നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തിയിൽ പാതകം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഔചിത്യം ആർക്കും മനസ്സിലാവില്ല. പതിവ് പോലെ ഇത്തരം ചർച്ചകളെ നമുക്കും അവഗണിക്കാമായിരുന്നു. ചാനലുകളല്ലേ, ചർച്ചയല്ലേ, അവർക്ക് ശമ്പളം നൽകുന്നവരുടെ, പരസ്യം നൽകുന്നവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ചർച്ച ചെയ്യുന്നതല്ലേ, സാരമില്ല എന്നൊക്കെ കരുതാമായിരുന്നു. പക്ഷെ സകല പരിധികളും ലംഘിച്ചാണ് ചിലർ ചർച്ച നടത്തുന്നത്. മഹാഭൂരിപക്ഷം പൊതുജനവും ഇവരുടെ വാചകമേളകളെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല എന്നറിയാമെങ്കിലും പൊതു ഇടത്തിലും പൊതുബോധത്തിലും ഇത്തരം അന്തിചർച്ചകൾ പരത്തുന്ന ദോഷം ചെറുതല്ല. ഇത് നിരന്തരം നിർഭയം തുടരുകയാണ് ചിലർ. അതുകൊണ്ട് അവരുടെ തെറ്റിനെ അംഗീകരിക്കുന്നില്ല എന്ന സധൈര്യം പറയാൻ മഹാഭൂരിപക്ഷത്തിന്റെ മൗനം കൊണ്ട് മാത്രം മതിയാവുകയില്ല. ഈ മഹാഭൂരിപക്ഷത്തിന്റെ നന്മയുടെയും യുക്തിബോധത്തിന്റെയും ചാനൽ ചർച്ചകൾ കൊണ്ട് ഇരുട്ടിലാക്കാൻ ഇത്തരം ആളുകളെ, ഈ മഹാഭൂരിപക്ഷത്തെയും ഇരുട്ടിലാക്കാൻ ക്രമേണ ഇത്തരം ചർച്ചകൾ കൊണ്ട് സാധിക്കുമെന്ന ആധുനിക മാധ്യമ അജണ്ടയെ പ്രതിരോധിക്കാനാണ് ഇത്തരം വീഡിയോകൾ ആവശ്യമായി വരുന്നത്. പ്രോ ലൈഫ് സംഘടനകൾ എത്രയോ വർഷമായി ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി വ്യത്യസ്ത രൂപതകളോട് ആവശ്യപ്പെടുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് പാലയിൽ മാത്രം നടന്നൊരു കാര്യമല്ലല്ലോ. നിരവധി അൽമായ സംഘടനകളുടെ ആഗ്രഹമാണിത്. ഇത്തരം ആവശ്യങ്ങളോട് നിർണായകമായ ഈ ഘട്ടത്തിൽ ക്രിയാത്മകമായി പ്രതികരിച്ചതിന്, അതും സർക്കാരിനെതിരെ പടപൊരുതാനല്ല, മറ്റാരെയും പഴി പറയാനല്ല ആവശ്യപ്പെടുന്നത്, എന്തിന് ഇത്രയേറെ മലിനമായ പ്രയോഗങ്ങളാൽ എതിർക്കണം? ഉത്തരേന്ത്യയിലെ ആദിവാസി ദളിതിടങ്ങളിൽ സേവനം ചെയ്യുന്നവരും ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും ദരിദ്ര ജനതയുടെ ഇടയിൽ താമസിക്കുകയും പഠിപ്പിക്കുകയും കൃഷി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഈ രൂപതാ മെത്രാന്റെ നാട്ടിൽ നിന്ന് പിറവിയെടുത്തവരായി ധാരാളമുണ്ടെന്ന് നമുക്കറിയാത്തതല്ലല്ലോ. എണ്ണം വർദ്ധിപ്പിച്ച് നാളെ രാഷ്ട്രീയ അധികാരം നേടി ഈ നാടിനെ സ്വന്തം ഇഷ്ടത്തിന് ഭരിച്ചു കളയാം എന്നല്ല ഈ സർക്കുലറിന്റെ അർത്ഥം. കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുക, ഇത്ര മാത്രമേ അത് അർത്ഥമാക്കുന്നുള്ളൂ. ഇതിൽ ഏതുതരം മനുഷ്യ സ്വാതന്ത്ര്യ ലംഘനമാണ് നിങ്ങൾ കണ്ടെത്തിയത്? സ്ത്രീകൾക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാനോ അതിനോട് പ്രതികരിക്കാനോ കഴിയാത്ത വിധം കരിമ്പടം പുതപ്പിച്ച് കാഴ്ച പോലും മറയ്ക്കുന്ന ഏത് സ്വാതന്ത്ര്യ നിഷേധമാണ് ഇതിൽ നിങ്ങൾ കണ്ടെത്തിയത്? അന്ധമായ വിരോധത്താൽ പൊതു ഇടത്തിലെ മാധ്യമത്തിന്റെ അനുകൂല അവകാശങ്ങളുടെയും പിൻബലത്തിൽ വ്യാജം പറയുമ്പോൾ കേൾവിക്കാരെല്ലാം വിമർശന ബുദ്ധിയോടെ കേൾക്കും, എല്ലാം പ്രതികരിക്കും എന്ന് നമുക്കെല്ലാവർക്കും ഒരു ധാരണയുള്ളത് നല്ലതല്ലേ? കാലമത്രയും കത്തോലിക്ക സഭ, നമ്മുടെ പൊതുസമൂഹം എല്ലാവരുടെയും ഉന്നതിക്ക് വേണ്ടി സഹോദരി സഹോദരന്മാർ എന്ന് വിശ്വസിച്ചാണ് പരസ്പരം പ്രവർത്തിക്കുന്നത്. മനുഷ്യരാണ് ഇവിടെ പ്രധാനം. അതുതന്നെ തുടരും. ഈ പറഞ്ഞതിനർത്ഥം ഒരു മെത്രാൻ തൻ്റെ സ്വന്തം രൂപതയിലെ ആളുകളോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംവദിക്കുന്നതിന് തലേ ദിവസത്തെ ചാനൽ ചർച്ചയുടെ ഫലം കാത്തിരിക്കണം എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അത് ഇവിടെ ആർക്കും ആവശ്യമില്ല.